മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം എന്ന മനുഷ്യസ്നേഹിയുടെ ആദ്യം മുതലുള്ള ഇടപെടലുകൾ കൊണ്ട് നമ്മുടെ നിമിഷപ്രിയയ്ക്ക് മോചനം. എല്ലാ സർവീശ്വരന്മാർക്കും നന്ദി. ഈ തള്ളച്ചിയുടെ സുവിശേഷം കേട്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. ഇവൾ ഒന്നാം തരം സുവിശേഷക്കാരിയാണെന്ന് വിചാരിക്കരുത്. ഇവൾ ഒന്നാം തരം ചാണകത്തിലെ പുഴുവാണ്. ഏതോ ഒരു അറബി രാജ്യത്തിൽ ഏതോ ഒരു അറബിയുടെ എച്ചിൽ നക്കാൻ പോയ കേവലം ഒരു തള്ളച്ചി. അവിടെ ആ അറബിയുടെ എച്ചിൽ നക്കിക്കൊണ്ട് അത് എല്ലിന്റെ ഇടയിൽ കുത്തുമ്പോൾ ആ കുത്തിക്കിഴപ്പ് തീർക്കുകയാണ് ഈ തള്ളച്ചി ഈ വീഡിയോയിൽ കൂടെ വന്നിട്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, കാന്തപുരം ഉസ്താദ് ഇടപെട്ടുകൊണ്ട് നിമിഷപ്രിയയുടെ തൂക്കുകയർ തൽക്കാലം കുറച്ചു കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടെന്ന വിവരം. പക്ഷെ അത് പല സംഘികൾക്കും സംഘമിത്രങ്ങൾക്കും ത്രിസംഖ്യകൾക്കും സംഘിച്ചാണുകൾക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് അവർ അവകാശവാദം ഉന്നയിച്ചു കൊണ്ടുവരികയാണ്. ഞങ്ങളാണ് ഇടപെട്ടത് കൊണ്ടാണ് നിമിഷപ്രിയയുടെ തൂക്കുകയർ മാറ്റിവെച്ചത്, ഞങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് നിമിഷപ്രിയയുടെ തൂക്കുകയർ മാറ്റിവെച്ചത്. ചിലവർക്കൊന്നും അറിയുന്നില്ല, തൂക്കുകയർ ഒഴിവാക്കിയെന്നാണ് വിചാരിക്കുന്നത്. തൽക്കാലം മാറ്റിവെച്ചിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ വന്ന ഒരു ചാണകത്തിലെ പുഴുത്തള്ളച്ചിയാണ് ഈ തള്ളച്ചി. ബാക്കി കേട്ട് നോക്കാം. ഇതിനിടയിൽ ഒരു വലിയൊരു തള്ളു നടക്കുന്നുണ്ട്. ആ തള്ളു എന്താന്ന് വെച്ചാല് നമ്മുടെ അഖിൽമാരടക്കം തള്ളിവിടുന്ന പോസ്റ്റുകൾ ഞാൻ കണ്ടിരുന്നു. കാന്തപുരം ഉസ്താദ് ഇടപെട്ടിട്ടാണ് നിമിഷപ്രിയയ്ക്ക് മോചനം എന്ന് പറഞ്ഞിട്ട് ഈ വാഴയുടെ ഇടയിൽ കൂടെ, അളിയന്റെ വാഴയുടെ ഇടയിൽ കൂടെ എന്റെ ചീരയും കൂടെ നനയ്ക്കാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് അസ്ഥാനത്തായി പോകും മോനെ. നിങ്ങൾ ആരും ഇടപെട്ടത് കൊണ്ടല്ല, ഷൈനി മധുസൂദനൻ എന്ന് പറയുന്ന ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഇടപെട്ടത് കൊണ്ടാണ് നിമിഷപ്രിയയ്ക്ക് മോചനമെന്ന് നിങ്ങൾ എല്ലാവരും വിശ്വസിക്കണം. ഇപ്പൊ എങ്ങനെ ഇരിക്കണേ ഈ തള്ളച്ചിയുടെ മനസ്സിലിരിപ്പ്? ഇപ്പൊ എങ്ങനെ ഇരിക്കണേ? എടി പെരട്ടെ തള്ളച്ചി, 50 ലക്ഷം രൂപയുടെ വിമാനത്തിൽ 10 ലക്ഷം രൂപയുടെ ബോട്ടുമിട്ട് ലോകം മുഴുവൻ കറങ്ങുന്ന ആള് വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത കാന്തപുരം ഉസ്താദ് വിചാരിച്ചപ്പോൾ പുഷ്പം പോലെ നടന്നു. ഊതികൾ മാത്രം ജീവിക്കുന്ന ആ രാജ്യത്തെ നിന്നെപ്പോലെ ഒരു പെരട്ട തള്ളച്ചി വിചാരിച്ചപ്പോ നടന്നു എന്ന് പറയാൻ, അത് വിശ്വസിക്കാനും ഞങ്ങളൊക്കെ ചാണകമല്ല തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. പെരട്ട തള്ളച്ചി, നിന്റെ നാട്ടിലെ ജനങ്ങൾക്ക് പോലും തിരിച്ചറിയില്ല, ആരാണെന്ന് പോലും അറിയില്ല, നീ ആരാണെന്ന് പോലും അറിയില്ല. നിന്റെ നാട്ടിൽ നിനക്ക് 10 പൈസയുടെ വില പോലും ഇല്ലാത്ത ഏതോ ഒരു അറബിയുടെ എച്ചിൽ നക്കാൻ പോയി കിടക്കുന്ന, പാത്രം കഴുകാൻ പോയി കിടക്കുന്ന ഒരു കേവലം ഒരു തള്ളച്ചി ഇതുപോലെ പബ്ലിക്കിൽ വന്നിട്ട് ഇതുപോലുള്ള പച്ചക്കള്ളങ്ങൾ വിളിച്ചു പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന നിന്നെപ്പോലുള്ള ചാണകത്തിൽ പുഴുവിനെ തലയ്ക്ക് വല്ല ഓളമുണ്ട് വല്ല ഭ്രാന്താസ്പത്രിയും പോയി കിടക്കാൻ നോക്കി കളവി, ഇതുപോലെ വിച്ചും പേയും വിളിച്ചു പറയാതെ വാട്ടക്കളവി.